ഇവിടെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. ഇന്ന് ഒരു ടോപ്പിക് മാത്രമാണ് ഈ രണ്ടാമത്തെ പാർട്ടിലായിട്ട് ഞാൻ എടുത്തിരുന്നത്. ടോപ്പിക്കിന്റെ പേര് മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്ന വിവിധ രീതികളുണ്ട്. അപ്പൊ ഏതൊക്കെ മെത്തേഡുകൾ, ഏതൊക്കെ രീതികൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രൈമറി ഡാറ്റ കളക്ഷൻ നടത്തുന്നത്, അതാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഹൗ വി ആർ കളക്ടിങ് പ്രൈമറി ഡാറ്റ, എങ്ങനെയാണ് നമ്മൾ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ദ മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ, ദ മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡുകൾ, നമ്മൾ 3 മെത്തേഡുകളാണ് ഈ പ്രൈമറി ഡാറ്റ അഥവാ പ്രാഥമിക ഡാറ്റ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട്, കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 രീതികളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് പേഴ്സണൽ ഇന്റർവ്യൂ, വ്യക്തിഗത അഭിമുഖം, പേഴ്സണൽ ഇന്റർവ്യൂ അഥവാ വ്യക്തിഗത അഭിമുഖം. രണ്ടാമത്തത് ടെലിഫോൺ ഇന്റർവ്യൂ അഥവാ ടെലിഫോൺ അഭിമുഖം. മൂന്നാമത്തത് മെയിലിംഗ് ക്വസ്റ്റ്യനർ അഥവാ കത്തിലൂടെയുള്ള ചോദ്യാവലി, തപാൽ മുഖേനയുള്ള ചോദ്യാവലി. ഇങ്ങനെ 3 രീതികളാണ്, 3 മെത്തേഡുകളാണ് നമ്മൾ എന്ത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ ഉപയോഗിക്കാറ്. പ്രാഥമിക ദത്തകൾ, പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന 3 മെത്തേഡുകളാണിത്. ഇതിൽ ആദ്യത്തേത് പേഴ്സണൽ ഇന്റർവ്യൂ, വ്യക്തിഗത അഭിമുഖമാണ്. പേരിൽ തന്നെ കറക്റ്റ് ആയിട്ടുണ്ട്, പേഴ്സണൽ ഇന്റർവ്യൂ, വ്യക്തിഗത അഭിമുഖം. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇൻവെസ്റ്റിഗേറ്റർ ചോദ്യങ്ങൾ ചോദിക്കുന്ന, സർവേ കണ്ടക്ട് ചെയ്യുന്ന ആള്. ഇൻവെസ്റ്റിഗേറ്റർ കണ്ടക്ട് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ വിത്ത് റെസ്പോണ്ടന്റ്. ചോദ്യങ്ങൾ ചോദിക്കുന്ന വ്യക്തി വിവരങ്ങൾ നൽകുന്ന വ്യക്തിയിൽ നിന്ന് നേരിട്ട് മുഖാമുഖം ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾ ചിലപ്പോ ഈ ടിവികൾ ഇന്റർവ്യൂകളൊക്കെ കാണാറുണ്ടാവില്ല. ഇപ്പോ സിനിമാ താരങ്ങളെയോ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ അവർ ഇന്റർവ്യൂ ചെയ്യാറുണ്ട്, അഭിമുഖം നടത്താറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ട ചോദ്യങ്ങൾ അവരെന്താ ചെയ്യാം? നേരിട്ട് ആ ഒരു സിനിമാ താരത്തെയോ അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയക്കാരനോടോ അല്ലെങ്കിൽ മറ്റോ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞരോട് നേരിട്ട് ചോദിക്കും. അവരുടെ ആൻസർ തരും. അപ്പൊ ചോദ്യം ചോദിച്ചു, അതിന്റെ വിവരങ്ങൾ കിട്ടുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ സർവേയിൽ ആയതുകൊണ്ട് ഒരാളെ അല്ല, ഒരുപാട് പേരെ കാണാനുണ്ടാവും. ഒരു സർവേ കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരാളല്ല നടത്തുക, ഒരുപാട് പേരില്ല നടത്തുക. അപ്പോ ഇവിടെ ഇൻവെസ്റ്റിഗേറ്റർ, ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇൻവെസ്റ്റിഗേറ്റർ കണ്ടക്ട് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ വിത്ത് റെസ്പോണ്ടന്റ്. ഇവിടെ അന്വേഷകന് വിവരദാതാവുമായിട്ട് മുഖതാവിൽ നേരെ മുഖാമുഖത്തിൽ എന്ത് നടത്തുന്നു? അഭിമുഖം നടത്തുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? വ്യക്തിഗത അഭിമുഖം എന്ന് പറയുന്നത്. അതായത് ചോദ്യകർത്താവ് ഉത്തരം നൽകുന്ന വിവരദാതാവിനെ നേരിട്ട് എന്ത് നടത്തുന്നതിനെയാണ്? അഭിമുഖം നടത്തുന്നതിനെയാണ് പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇതിൽ ഏറ്റവും നല്ല മെത്തേഡ്. പക്ഷേ കുറച്ച് പ്രശ്നമാണ്. കാരണം നിങ്ങൾ ഒരാൾ ഇന്റർവ്യൂ ചെയ്യുന്നത് പോലെയല്ല 100 ആൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒരുപാട് സമയം ആവശ്യമായിട്ട് വരും. അപ്പൊ അതിന്റെ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്, കുറെ ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്, കുറെ ഗുണങ്ങളുണ്ട്, കുറെ ദോഷങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ? ഒന്ന്, ഹൈ റെസ്പോൺസ് റേറ്റ്. നമ്മൾ നേരിട്ട് ഒരാളുടെ ഒരു കാര്യം ചോദിക്കുമ്പോൾ അയാളുടെ റെസ്പോൺസ് റേറ്റ്, പ്രതികരണ തോത് കൂടുതലായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ അതിന്റെ ഗുണം എന്ന് പറയുന്നത് ഇതിന്റെ പ്രതികരണ തോത് എന്താണ്? വളരെ ഹൈ ആയിരിക്കും, ഹൈ റെസ്പോൺസ് റേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ പ്രതികരണ നിരക്ക് കൂടുതലായിരിക്കും, മികച്ചതായിരിക്കും. രണ്ടാമത്തത് ആക്യുറേറ്റ് ഡാറ്റ. ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും, വിശ്വാസതയുള്ള ഡാറ്റ ആയിരിക്കും. കാരണം നമ്മൾ നേരിട്ട് ആ വ്യക്തിയോട് ചോദിക്കുകയാണ്. അപ്പൊ ആ ഡാറ്റകൾ എങ്ങനെയുള്ളതായിരിക്കും? വിശ്വാസത കൂടുതലുള്ളതായിരിക്കും. മൂന്നാമത്തത് സപ്ലിമെന്ററി ഇൻഫർമേഷൻസ് ക്യാൻ ബി കളക്റ്റഡ്. അനുബന്ധ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും. നമുക്ക് എന്ത് ശേഖരിക്കാൻ സാധിക്കും? അനുബന്ധ വിവരങ്ങൾ. നിങ്ങൾക്കിപ്പോ അയാളുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദ്യാവലിയിൽ നിന്ന് ചോദിക്കാനുള്ളത് വേറെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് അയാളോട് ചോദിച്ചിട്ട് സപ്ലിമെന്ററി ആയിട്ടുള്ള അതിന്റെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കളക്ട് ചെയ്ത് രേഖപ്പെടുത്തി വെക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്തരത്തില് അനുബന്ധ വിവരങ്ങൾ ശേഖരിക്കാൻ ഏതുപയോഗിച്ചിട്ട് പറ്റും? പേഴ്സണൽ ഇന്റർവ്യൂ ഉപയോഗിച്ചിട്ട് പറ്റും. ഇതാണ് പ്രധാനപ്പെട്ട 3 അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഒന്ന്, പ്രതികരണ നിരക്ക് മികച്ചതായിരിക്കും, ഹൈ റെസ്പോൺസ് റേറ്റ് ആയിരിക്കും. 2, ലഭിക്കുന്ന വിവരങ്ങള് കൃത്യതയുള്ളതായിരിക്കും, വിശ്വാസ്യതയുള്ളതായിരിക്കും, ആക്യുറേറ്റ് ഡാറ്റ ആയിരിക്കും. ദെൻ നമുക്ക് എങ്ങനെ അനുബന്ധ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും. സപ്ലിമെന്ററി ഇൻഫർമേഷൻസ് ക്യാൻ ബി കളക്റ്റഡ്. ഇതാണ് അതിന്റെ അഡ്വാൻറ്റേജസ്. ഇനി അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് കൂടി പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജസ്? എക്സ്പെൻസീവ് ആണ്. നേരത്തെ തന്നെ പറഞ്ഞു, ചെലവേറിയത്. ഒരാൾ ഇന്റർവ്യൂ ചെയ്യുന്നതോ ഒരു 10 ആൾ ഇന്റർവ്യൂ ചെയ്യുന്നതോ വലിയ ചെലവൊന്നല്ല. പക്ഷേ ഒരു സർവേയിൽ 1000, 10000 ആളുകൾ ഉണ്ടെങ്കിൽ അവരെ നേരിൽ കണ്ട് അവരിൽ നിന്ന് വിവരം ശേഖരിക്കുമ്പോൾ അത് ചെലവേറിയ പദ്ധതിയാകും. രണ്ടാമത്തത് ടൈം കൺസ്യൂമിങ്. ചെലവേറിയത് മാത്രമല്ല, എന്തും കൂടി ഉണ്ട് അവിടെ,
സമയം കൂടുതൽ ആവശ്യമാണ്, ടൈം കൺസ്യൂം ആണ്, കൂടുതൽ സമയം ആവശ്യമുണ്ട്. ഒരാളെ കാണുന്നതിന് സമയമായിരിക്കില്ല 100 ആളെ കാണാൻ വേണ്ടി വരിക, 10,000 ആളെ കാണാൻ വരിക. അപ്പൊ സമയം കൂടുതൽ ആവശ്യം വരും. ഓക്കെ, ദെൻ അൺസൂട്ടബിൾ വെൻ ഏരിയ ഈസ് ലാർജ്. ഒരു വലിയ പ്രദേശത്ത് സർവേ നടത്തുമ്പോൾ ഈ മെത്തേഡ് നടക്കൂല. ഇന്ത്യ മൊത്തം സർവേ നടത്തുമ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇന്ത്യയിലെ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഒരാളെ കൊണ്ട് സാധിക്കൂല. ഒരുപാട് ആളുകളെ നിങ്ങൾ ഏൽപ്പിക്കേണ്ടി വരും. അതൊന്നും സാധ്യമല്ല. അപ്പോ അൺസൂട്ടബിൾ വെൻ ഏരിയ ഈസ് ലാർജ്. ഓക്കെ, വിശാലമായ ഒരിടത്ത് ഈ രീതി അനുയോജ്യമല്ല. ഇത്രയുമാണ് ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഇതിന്റെ പരിമിതികൾ എന്ന് പറയുന്നത്. അപ്പൊ ഗുണങ്ങളും പരിമിതികളും എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ മെത്തേഡ് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ മെത്തേഡ് ടെലിഫോൺ ഇന്റർവ്യൂ. അതിൽ തന്നെ പേരിൽ തന്നെയുണ്ട് ടെലിഫോൺ ഇന്റർവ്യൂ, ടെലിഫോൺ അഭിമുഖം, ടെലിഫോൺ ഇന്റർവ്യൂ. എന്താ ചെയ്യുന്നത്? ഇൻവെസ്റ്റിഗേറ്റർ ആസ്ക് ക്വസ്റ്റ്യൻസ് ഓവർ ദി ടെലിഫോൺ. ചോദ്യകർത്താവ് അല്ലെങ്കിൽ അന്വേഷകൻ ചോദ്യങ്ങൾ ഏതിലൂടെ ചോദിക്കുകയാണ്? ഒരു ടെലിഫോണിലൂടെ, ഒരു ഫോണിലൂടെ വിളിച്ചു ചോദിക്കുന്നു, ടെലിഫോണിലൂടെ വിളിച്ചു ചോദിക്കുന്നു. ഓക്കെ, അതിനുള്ള ആൻസേഴ്സ് കിട്ടുമ്പോൾ അയാൾ അതവിടെ ശേഖരിച്ച് വെക്കുന്നു. അപ്പൊ ഈ രീതിയിൽ അഭിമുഖം നടത്തുന്ന ആള് വിവരങ്ങൾ ശേഖരിക്കാൻ എന്തുപയോഗിക്കുന്നു? ഫോൺ ഉപയോഗിക്കുന്നു. അതാണ് ഏത്? ടെലിഫോൺ ഇന്റർവ്യൂ. അപ്പൊ പേരിൽ തന്നെ ടെലിഫോൺ അഭിമുഖം, ആ പേരിൽ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അതിന്റെ എന്തൊക്കെ ഗുണങ്ങൾ, എന്തൊക്കെയാണ് അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ്, പരിമിതികൾ എന്നുള്ളത് നോക്കും. ഗുണങ്ങൾ ലെസ് എക്സ്പെൻസീവ് ആണ്. മറ്റേതിനെ അപേക്ഷിച്ചിട്ട്, പേഴ്സണൽ ഇന്റർവ്യൂവിനെ അപേക്ഷിച്ചിട്ട് ഇതെന്താണ്? ലെസ് എക്സ്പെൻസീവ് ആണ്, ചെലവ് കുറവാണ്. ഓക്കെ, വ്യക്തിഗത അഭിമുഖത്തെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ചെലവ് കുറവാണ്. ദെൻ ലെസ് ടൈം കൺസ്യൂമിങ്, കുറച്ച് സമയം മതി. നമ്മൾ ഒരാളെയും 10,000 പേരെയും കാണാൻ എടുക്കുന്ന സമയം ഫോണിലൂടെ വിളിക്കാൻ എടുക്കുമോ? ഇല്ല. ഒരാളെ പോയി കാണണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. എന്നാൽ വിളിക്കാൻ അത്ര സമയം വേണോ? വേണ്ട. അപ്പോ ടൈം കൺസ്യൂമിങ് കുറവാണ്. കുറഞ്ഞ സമയം മതി, കുറഞ്ഞ ചെലവ് മതി, കുറഞ്ഞ സമയം മതി. മൂന്നാമത്തെ അതിന്റെ ഗുണം ക്യാൻ ബി കണ്ടക്ടഡ് ഇൻ ഷോർട്ട് ടൈം. വളരെ പെട്ടെന്ന് നടത്താൻ പറ്റും. ക്യാൻ ബി കണ്ടക്ടഡ് ഇൻ ഷോർട്ട് ടൈം. ഈ സർവേ വളരെ പെട്ടെന്ന് നടത്താൻ സാധിക്കും. ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്, ഗുണങ്ങൾ. ഇനി അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണ്? ലിമിറ്റഡ് യൂസ്. എല്ലാവരും മൊബൈൽ ഫോണും എല്ലാവരും ടെലിഫോൺ ഉപയോഗിക്കുന്നവരായിരിക്കില്ല. ചിലപ്പോൾ നമ്മള് കുറച്ച് വയസ്സായ ആളുകൾക്കിടയിൽ സർവേ നടത്തുകയാണെങ്കിൽ അവരെല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ടാവില്ല. ചിലർ അതിലൂടെ പ്രതികരിക്കാൻ തയ്യാറാവില്ല. അപ്പൊ അങ്ങനെയുള്ള അതിന്റെ ഉപയോഗത്തിൽ ചില പരിമിതികളുണ്ട്. പരിമിതമായ ഉപയോഗമേ ഉള്ളൂ. ദെൻ റിയാക്ഷൻസ് കാനോട്ട് ബി വാച്ച്ഡ്. നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ അയാൾ അതിന് ഉത്തരം എങ്ങനെയാണ് പറയുന്നത് അത് ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ അയാളെ മുഖത്ത് നോക്കിയിട്ടാണ്. ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ അയാൾ സത്യമാണോ അല്ലെങ്കിൽ അത് അയാൾ കളവാണോ പറയുന്നതെന്ന് അയാൾ മുഖത്ത് നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൽ അങ്ങനത്തെ ഒരു റിയാക്ഷൻസും കിട്ടൂല. യാതൊരു തരത്തിലുള്ള അയാളുടെ പ്രതികരണങ്ങളും നമുക്ക് ഇതിലൂടെ ഈ ഒരു ടെലിഫോൺ ഇന്റർവ്യൂയിലൂടെ കിട്ടൂല. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ പരിമിതികൾ എന്ന് പറയുന്നത്. 2 പരിമിതികളെ പറയുന്നുള്ളൂ. അപ്പൊ ഗുണങ്ങളും പരിമിതികളും ടെലിഫോൺ ഇന്റർവ്യൂവിൽ പറഞ്ഞു. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് മെയിലിംഗ് ക്വസ്റ്റ്യനിയർ. ക്വസ്റ്റ്യനിയർ മെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചോദ്യാവലി തയ്യാറാക്കിയിട്ട് അത് തപാൽ മുഖേന അയച്ചു കൊടുക്കുക. ഓക്കെ, അതിനെയാണ് മെയിലിംഗ് ക്വസ്റ്റ്യനിയർ. ഇവിടെ ക്വസ്റ്റ്യനിയർ ഇൻവെസ്റ്റിഗേറ്റർ എന്ത് പ്രിപ്പയർ ചെയ്യണം? ക്വസ്റ്റ്യനിയർ ചോദ്യാവലി പ്രിപ്പയർ ചെയ്യുന്നു. ആൻഡ് സെൻഡ് ടു ദി റെസ്പോണ്ടന്റ് ബൈ പോസ്റ്റ്. എന്നിട്ട് അത് ഏതിലൂടെ അയച്ചു കൊടുക്കുന്നു? പോസ്റ്റിലൂടെ, കത്തിലൂടെ ആരിലേക്ക് അയച്ചു കൊടുക്കുന്നു? ഈ വിവരങ്ങൾ തരാനുള്ള വ്യക്തികൾക്ക് അയച്ചു കൊടുക്കുന്ന ഒരു അഡ്രസ് വെച്ചിട്ട് അയക്കും. ഓക്കെ, ഇത് അയച്ചു കൊടുക്കുമ്പോൾ ചോദ്യാവലി മാത്രമല്ല ആയിക്കോട്ടെ, ഒരു റിക്വസ്റ്റ് ലെറ്ററും കൂടി അയക്കും അതിനൊപ്പം. ഓക്കെ, അതിനോടൊപ്പം ഒരു എന്നും കൂടി അയക്കും, നമ്മള് ഒരു അപേക്ഷയും കൂടി അയക്കും. ആ അപേക്ഷയിൽ ഇങ്ങനെ എഴുതി കൊടുക്കും വേണം ഈ ക്വസ്റ്റ്യനിയർ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് ഈ ദിവസത്തിന് മുൻപായിട്ട് തിരിച്ചയച്ചു തരണം എന്നും കൂടി അതിൽ കൊടുക്കണം. അല്ലാഞ്ഞാൽ അത് അവിടെ ചെന്ന് കിടന്ന് ക്വസ്റ്റ്യനിയർ അവിടെ ഇടും. അപ്പൊ അതിന് ഒരു ഒപ്പം സപ്ലിമെന്ററി ലെറ്റർ ആയിട്ട് ഒരു അപേക്ഷയും കൂടി അതിനോടൊപ്പം അയച്ചു കൊടുക്കും. എന്താ അപേക്ഷയിൽ പറയാം? ഈ ക്വസ്റ്റ്യനിയർ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് ഇന്ന ആവശ്യത്തിനാണ് ഈ ക്വസ്റ്റ്യനിയർ ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഒരു ഡ്യൂ ഡേറ്റ് കൊടുക്കും. ആ ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ അയച്ചു തരണം എന്നും കൂടി പറഞ്ഞിട്ടേ ഇത് അയക്കാൻ പാടില്ല. അത് ക്വസ്റ്റ്യനിയർ വെറുതെ അയച്ചു കൊടുത്താൽ അത് ആരും തിരിഞ്ഞു നോക്കൂല. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യനിയർ പ്രിപ്പയർ ചെയ്തിട്ട് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുന്നതാണ് മെയിലിംഗ് ക്വസ്റ്റ്യനിയർ എന്ന് പറയുന്നത്. അതിന്റെ അഡ്വാൻറ്റേജസും അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസും കൂടി പറഞ്ഞാൽ നമുക്ക് ഈ ക്ലാസ് ഇന്നത്തെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ എന്താ അഡ്വാൻറ്റേജസ്, എന്താ ഗുണങ്ങൾ എന്ന് പറയുന്നത്? ലെസ് എക്സ്പെൻസീവ് ആണ്. നേരത്തെ പറഞ്ഞത് തന്നെ പേഴ്സണൽ ഇന്റർവ്യൂമായിട്ട് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ലെസ് എക്സ്പെൻസീവ് ആണ്, ചെലവ് കുറഞ്ഞതാണ്. ഓൺലി മെത്തേഡ് ടു റീച്ച് റിമോട്ട് ഏരിയാസ്. ഇത്
ഒരു പ്രത്യേകതയുണ്ട്, എല്ലാ സ്ഥലത്തേക്കും അനുയോജ്യമായതാണ്. കാരണം നമ്മുടെ രാജ്യത്ത് എല്ലാ സ്ഥലങ്ങളിലേക്കും എത്താൻ പറ്റിയ ഏറ്റവും നല്ല മെത്തേഡ് പോസ്റ്റാണ്. കാരണം റേഞ്ച് ഇല്ലാത്ത കുന്നുകൾക്കും വനങ്ങളിലേക്കും വരെ എന്തെത്തുന്നുണ്ട്, കത്തുകളും മറ്റും കൊണ്ടു ചെന്ന് നൽകാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും എത്താൻ അനുയോജ്യമായിട്ടുള്ളത് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ ആണ്. ഓൺലി മെത്തേഡ് ടു റീച്ച് റിമോട്ട് ഏരിയാസ്. നമ്മളെ റിമോട്ട് ഏരിയാസിലേക്ക് എത്താൻ പറ്റും. Then give proper time to answer. ഉത്തരം നൽകാൻ ആവശ്യമായ സമയം നൽകും. നമ്മൾ നേരിട്ട് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ തിരക്കൂട്ടും, വേഗം പറയും. ടെലിഫോണിലാവുമ്പോൾ അതിനേക്കാളും പ്രശ്നമാണ്. നമ്മൾ ഒരു ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം കൂടുന്നു, അപ്പൊ ഒക്കെ സമയം ഉത്തരം നൽകാനുള്ള സമയം കുറവായിരിക്കും. എന്നാൽ ഇവിടെ അയാൾക്ക് നമ്മൾ ക്വസ്റ്റ്യനെയർ അയച്ചു കൊടുക്കണം, എന്നിട്ട് അയാൾ അത് ഫില്ല് ചെയ്തിട്ട് അയക്കും. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള സമയം കൃത്യമായിട്ട് അയാൾക്ക് ആവശ്യമുള്ള സമയം എടുത്തിട്ട് ഉത്തരം നൽകാൻ ഏത് വഴി പറ്റും? ക്വസ്റ്റ്യനെയർ, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ വഴി പറ്റും. തപാൽ മുഖേന ചോദ്യാവലി അയച്ചു കൊടുക്കുന്നതുകൊണ്ട് പറ്റും. പക്ഷേ അതിനും പോരായ്മകളുണ്ട്. എന്തൊക്കെയാ? ഒന്ന്, നോട്ട് സൂട്ടബിൾ ഫോർ ഇല്ലിറ്ററേറ്റ്. ആർക്ക് പറ്റൂല? ഇല്ലിറ്ററേറ്റിന് പറ്റൂല. ഇല്ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? നിരക്ഷരരായിട്ടുള്ള ആളുകൾ, എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കാർ. അങ്ങനത്തെ ആൾക്കാർക്ക് കത്തയച്ചു കൊടുത്തിട്ട് എന്താ സംഭവിക്കുക? ഒന്നുമില്ല, അവരത് അവിടെ ഇട്ടിട്ട് പോകും. അപ്പൊ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള, നിരക്ഷരരായിട്ടുള്ള ആളുകൾക്ക് ഇത് അനുയോജ്യമല്ല. നിരക്ഷരർക്ക് ഇത് അനുയോജ്യമല്ല. ദെൻ രണ്ടാമത്തത്, മോർ ടൈം ടു റെസ്പോണ്ട്. പ്രതികരണത്തിന് കൂടുതൽ സമയം എടുക്കും. കാരണം അവർ കത്ത് അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് അയാൾ ആ കത്തൊക്കെ അവിടെ എത്തി, അതായത് പിന്നെ കത്തിന് അനുസരിച്ചുള്ള ക്വസ്റ്റ്യനെയർ കണ്ട് ആ ക്വസ്റ്റ്യനെയറുകൾക്ക് ഉത്തരം എഴുതി അത് തിരിച്ചയച്ച് അത് ഇവിടേക്ക് എത്തുമ്പോഴേക്കിനും ഒരുപാട് സമയമെടുക്കും. ദെൻ ലോ റെസ്പോൺസ് റേറ്റ്. പ്രതികരണ നിരക്ക് കുറവാണ്. സാധാരണഗതിയിൽ നിങ്ങളോട് ഒരു കത്ത് അയച്ചിട്ട് ഇത് ഫില്ല് ചെയ്ത് തിരിച്ചയക്കണം എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ അയക്കൂല. കാരണം എന്താ? ഇത് ഫില്ല് ചെയ്തുണ്ടാക്കാൻ കുറെ സമയമാണ്. ഫില്ല് ചെയ്തിട്ട് വീണ്ടും അത് കത്ത് എഴുതിച്ചുണ്ടാക്കി അഡ്രസ് എഴുതി പോസ്റ്റ് ഓഫീസിൽ പോയി അവിടെ നിന്ന് വീണ്ടും അയക്ക്. ആളുകൾ അതിന് തയ്യാറല്ല. അപ്പൊ അതൊരു പ്രശ്നമാണ്. ഓക്കെ, അപ്പോ പ്രതികരണ നിരക്ക് കുറവാണ്. ഈ 3 പോരായ്മകളാണ് ഇതിനുള്ളത്, മെയിലിംഗ് ക്വസ്റ്റ്യനെയറിനുള്ളത്. തപാൽ മുഖേനയുള്ള ചോദ്യാവലി അയച്ചു കൊടുക്കുന്നതിനുള്ള രീതികൾക്ക് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഏതിന്റെ മെത്തേഡുകൾ എന്ന് പറയുന്നത്, പ്രൈമറി ഡാറ്റ കളക്ഷന്റെ മെത്തേഡുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കുക. ഓക്കെ.